പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. മനുസ്മൃതി അറിവും തിരിവും പരമ്പര 4-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. 3-ാം ഭാഗം കൂട്ടുകാരൊക്കെ നന്നായി ആസ്വദിച്ചു എന്നറിഞ്ഞു. അതോടൊപ്പം തന്നെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങിയെന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഭാരതത്തിൽ രചിക്കപ്പെട്ട ഈ മഹാഗ്രന്ഥം ഓരോ ഭാരത പൗരനും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൽ എന്നോടൊപ്പം സഹകരിക്കുന്നതിലും പ്രചോദനങ്ങൾ തരുന്നതിലും ഉള്ള സന്തോഷം കൂട്ടുകാരെ അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് 4-ാം ഭാഗത്തിലേക്ക് കടക്കാം. 3-ാം ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബ്രഹ്മാവിൻ്റെ പ്രജകൾ അവരുടെ ജനന രീതി അനുസരിച്ച് 8 വിഭാഗങ്ങളായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ജരായുജം, അണ്ഡജം, സ്വയതജം, അങ്ങനെ അവർ വർഷങ്ങളോളം അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരുന്നു. ബ്രഹ്മാവ് തൻ്റെ സന്തതികളെയൊക്കെ കൗതുകപൂർവ്വം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. തൻ്റെ സന്തതികളൊക്കെ ജനിക്കുന്നു, ജീവിതകാലം പൂർത്തിയാക്കുന്നു, അതിനിടയിൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു, പിന്നീട് മരിക്കുന്നു. ഈ ഒരു കാര്യം ആവർത്തിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് തീർച്ചയായിട്ടും ഒരു ആവർത്തന വിരസത ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതുവരെ സൃഷ്ടിക്കപ്പെട്ട സന്തതികൾക്കൊന്നും തന്നെ പുതിയതായൊന്നും ചെയ്യാനും കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഇനി ഇത് പോരാ. തൻ്റെ അടുത്ത സൃഷ്ടി ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സൃഷ്ടിയായിരിക്കണം. അങ്ങനെ അദ്ദേഹം ആദ്യം വിചാരിച്ചപ്പോൾ തന്നെ ചിന്തയെക്കുറിച്ചാണ്, ബുദ്ധിശക്തിയെക്കുറിച്ച്, ബുദ്ധിയുടെ കൗശലത്തെക്കുറിച്ച് ഒക്കെയാണ് ആദ്യം ചിന്തിച്ചത്. അപ്പോൾ നല്ല ചിന്താശീലം, മനനം ചെയ്യൽ, ചിന്തിക്കാനുള്ള ശേഷി, അങ്ങനെ നല്ല ചിന്താശീലവും ബുദ്ധിശക്തിയും ബുദ്ധി കൗശലവും ഒക്കെ ഉള്ള ഒരു സൃഷ്ടിയായിരിക്കണം ഇനി ഉണ്ടാവേണ്ടത്. മാത്രമല്ല തന്നെപ്പോലെ തന്നെ പുതിയ പുതിയ സൃഷ്ടികൾ ചെയ്യാനായിട്ടുള്ള ശേഷിയും ഉണ്ടായിരിക്കണം. അതാണ് പ്രധാനം. പുതിയതായിട്ട് സൃഷ്ടി ചെയ്യാനുള്ള ശേഷിയുള്ള ഒരു സന്തതിയായിരിക്കണം ഇനി ഉണ്ടാവേണ്ടത്. ആദ്യമൊക്കെ നമ്മൾ സൃഷ്ടിച്ച പ്രജകൾ ഒക്കെ ശ്രേഷ്ഠരാണ്. ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ സൃഷ്ടിയിലുള്ള പ്രജകളൊക്കെ വളരെ ശ്രേഷ്ഠരാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ടും കേട്ടും നിരീക്ഷിച്ചും പരീക്ഷിച്ചും ഒക്കെ ഈ പുതിയ അപ്രതിമനായിട്ടുള്ള സൃഷ്ടി വളരണം. എന്നിട്ട് അവൻ്റേതായ പുത്തൻ ആശയങ്ങളോടുകൂടിയ സൃഷ്ടികൾ സ്വയം ഉണ്ടാക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചിന്താശീലമുള്ള, മനനം ചെയ്യാൻ കഴിവുള്ള മാനവനെ സൃഷ്ടിക്കാനായിട്ട് ബ്രഹ്മാവ് തയ്യാറെടുത്തു. അപ്പോൾ അതാണ് അടുത്ത കാര്യം, മാനവ സൃഷ്ടി. മാനവ സൃഷ്ടിക്കായിട്ട് തയ്യാറെടുത്ത ബ്രഹ്മാവിന് അത് അത്ര എളുപ്പമായിട്ട് തോന്നിയില്ല. കാരണം ചിന്താശേഷിയും ബുദ്ധിയും ബുദ്ധി കൗശലവും മാത്രമൊന്നും പോരാ. കാരണം ഇതേവരെ സൃഷ്ടിക്കപ്പെട്ട സന്തതികളിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നിന്നുമൊക്കെ അനേകം പ്രത്യേകതകളുള്ള ഒരു സൃഷ്ടിയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു ചിന്തയാണ് വർണ്ണം. അപ്പോൾ വർണ്ണത്തെക്കുറിച്ച്
നമുക്ക് അടുത്ത ഭാഗത്തിൽ അറിയാം. സന്തോഷം.